Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 7 days ഹെയർ കെയറിൽ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അലവേരയും ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ മുടി ഒരുപാട് ഡ്രൈനസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡ്രൈനസും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക, മാനേജ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചലഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമല്ല, എല്ലാവരും വിചാരിക്കുക എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാവോ, ഓയിലി ആയിട്ട് മുടി ഒട്ടിക്കിടക്കും, അങ്ങനെയൊക്കെ എന്നോട് കമന്റിലൂടെ ചോദിക്കലുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് നല്ല മുടിക്ക് വോളിയം തോന്നിക്കുന്നുണ്ട്, പക്ഷെ ഒരു പരിധിയിൽ കവിഞ്ഞിട്ടുള്ള ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സിന്റെ പ്രശ്നമോ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഹെവി ആയിട്ടുള്ള പാക്കോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുടിയിൽ ഇന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പൊ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം മാത്രം മുടിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ന് കഞ്ഞിവെള്ളം മാത്രമാണ് കേട്ടോ മുടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ മുടിയൊക്കെ ചീകി കെട്ടൊക്കെ കളഞ്ഞു വെച്ചതാണ്, വെറുതെ ഒന്നും കൂടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കുക. പിന്നെ ഞാൻ ഇന്ന് മുടിയിൽ ഓയിൽ തേക്കുന്നില്ല കേട്ടോ. ഇപ്പം എൻ്റെ മുടി ഒരുപാട് ഡ്രൈനസ് ഉണ്ടോ വെച്ചാൽ ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കുക. അപ്പോൾ ഇന്നത്തെ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാവരുടെ മുടി ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രൈനസ് കൂടുതലുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ എടുത്തിട്ട് കുറച്ച് സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കുക. കൂടിയ അളവിൽ തേക്കരുത്, കുറഞ്ഞ അളവിൽ മാത്രമേ തേക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഓയിൽ തേക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല, ഞാൻ കുറച്ച് കൂടുതൽ എപ്പോഴും എടുത്ത് വെക്കും കേട്ടോ. കൂടുതൽ എടുത്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് കിട്ടും പിറ്റേ ദിവസത്തേക്ക്. കുറഞ്ഞ അളവിൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് മുടിയിൽ, സ്കാൽപ്പിൽ കേട്ടോ, മുടിയിലല്ല സ്കാൽപ്പിൽ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് മാത്രമേ കഞ്ഞിവെള്ളം തേക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുടി ഒരു പരിധി കൂടുതൽ ഡ്രൈ ആയി പോകും കേട്ടോ. ഇവിടെ നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം കഞ്ഞിവെള്ളം മുടിക്ക് സ്യൂട്ടാവാത്തവരുണ്ട്, നമ്മുടെ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താളി എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സാധാ താളി അല്ലെങ്കിൽ അലവേറ ഉണ്ടെങ്കിൽ, ഫ്രഷ് അലവേറ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെല്ലെടുത്തിട്ട് അലവേറ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കഞ്ഞിവെള്ളം ചേരുന്നവരാണെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കാം കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ചലഞ്ച് ഫോളോ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ 2 ദിവസം എത്തിയിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കഞ്ഞിവെള്ളം ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാവരുടെയും ഹെയർ ടൈപ്പ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡ്രൈ ഹെയർ ആരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം അടുപ്പിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു ഡ്രൈനസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, ഞാനിപ്പോൾ ഓയിൽ തേക്കുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് മാത്രമേ പാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓയിലി ഹെയർ ആരാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഡ്രൈനസിൻ്റെ പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓയിൽ തേക്കാത്തത്. ഇത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. പിന്നെ നമുക്കിപ്പോൾ കഞ്ഞിവെള്ളത്തിന്റെ പാക്ക് അല്ല, കഞ്ഞിവെള്ളം മാത്രമായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ മുടി ഡ്രൈ ആവുന്ന ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനനുസരിച്ച് ഓയിൽ തേച്ചിട്ട് കഞ്ഞിവെള്ളം തേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കഞ്ഞിവെള്ളം സിമ്പിളാണ്, നമുക്കിങ്ങനെ വലിയൊരു ഹെവി ആയിട്ടുള്ള പാക്കൊന്നുമില്ല. അവിടെ താളി പോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് കേട്ടോ, തണുപ്പ് സമയത്തൊക്കെ നമ്മളിങ്ങനെ ഡെയിലി ഹെയർ പാക്ക്, ഡെയിലി കഞ്ഞിവെള്ളം മുടിയിൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ കഞ്ഞിവെള്ളം അത്യാവശ്യം നല്ല തണുപ്പാണ്, അപ്പോൾ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ കഞ്ഞിവെള്ളം തേച്ച് കൊടുത്തിട്ടുണ്ട്. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിലേക്ക് ഒരുപാട് തേച്ചിട്ടില്ല, മുടിയിലേക്ക് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം, എന്നിട്ട് കഴുകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മുടി കഴുകുന്ന സമയത്ത് വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല, വെറുതെ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ കഴുകുന്നത്. കഞ്ഞിവെള്ളം നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ നമുക്ക് എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയിക്കോളും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകുക. കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കഞ്ഞിവെള്ളത്തിൻ്റെ എന്തെങ്കിലും പശുവശപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കഴിഞ്ഞാൽ താരൻ്റെ പ്രശ്നം വരാനും മുടി കൊഴിച്ചിൽ വരാനും ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ 7 days ചെയ്യണം, അപ്പോൾ അടുപ്പിച്ച ദിവസങ്ങൾ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയിലല്ല കഴുകുന്നതെങ്കിൽ ഈ
ഇച്ചിങ്ങിന്റെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ താരന്റെ പ്രശ്നമൊക്കെ കൂടുതലുള്ള സമയമാണെങ്കിൽ നമ്മൾ ഈ 7 days ഒക്കെ ഇപ്പം നമ്മൾ 3 ദിവസമായല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ താരനിലൊക്കെ വരുന്ന വ്യത്യാസം എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം നമ്മളിങ്ങനെ ഡെയിലി മുടിയിൽ ഉപയോഗിക്കും. മുടിക്ക് നല്ലൊരു ഷൈനിങ്, മുടി നല്ലൊരു സോഫ്റ്റ് ആക്കാനൊക്കെ കഞ്ഞിവെള്ളം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുടിക്ക് കഞ്ഞിവെള്ളം സ്യൂട്ട് ആവുമെങ്കിൽ ഇതുവരെയൊക്കെ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇത് മാത്രമാണ് കേട്ടോ ചെയ്തു കൊടുക്കുന്നത്. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ 7 days ചെയ്യുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. ചെറിയ രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുക്കട്ടെ. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള മസാജിങ് ഓയിലിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഹെയർ സെറം എടുത്തിട്ട് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ചീകി കെട്ടി കളഞ്ഞിട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് വലിയ കൺഫ്യൂഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.